പുതിയ മീഡിയം ബാറ്റാണ്. സീസൺ ചെയ്യണം ഇവിടുന്ന് ഇങ്ങോട്ട്. ഇവിടുന്ന് ഇങ്ങോട്ട്. ഇവിടുന്ന് ഇങ്ങോട്ട്. എഡ്ജിങ്. Back portion. Side portion. And this side portion. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും ബാക്ക്, അതുപോലെ ഈ സൈഡ് സീസൺ ചെയ്യണം, ഇവിടെ ചെയ്യണം. ഇത്രയും നിങ്ങളെ കൃത്യമായിട്ട് ചെയ്തെടുത്ത്, അതായത് നന്നായിട്ട് സീസൺ ചെയ്യണം. ജസ്റ്റ് കാണിച്ചതാണ്. നിങ്ങൾ എത്ര നന്നായിട്ട് സീസൺ ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കൂ, അത്രയും ബാറ്റ് എഡ്ജിങ് കൂടും. എത്ര വില കുറഞ്ഞ ബാറ്റായാലും കുഴപ്പമില്ല. നിങ്ങൾ നന്നായിട്ട് സീസൺ ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പവർ കൂടി വരും. പിന്നെ ബാക്ക് ബോട്ടം ഹിറ്റിംഗ് ബാറ്റിൽ അല്പം കൂടെ ഉണ്ടാവും. ഇത് ഫ്ലാറ്റിംഗ് ആണ്, കുറച്ച് സ്ട്രൈക്ക് കൂടുതൽ കിട്ടും. ഇത് ഹിറ്റ്. ഇവിടെ ബോട്ടം കുറച്ചുകൂടെ വീതിയുള്ള ബാറ്റ് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു ചെറിയൊരു 3-4 സെന്റിമീറ്റർ കുറയും. അതിന് പവർ കൂടുതലാണ്, ഹെവി പവർ കിട്ടും. അതും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ സീസൺ ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കണം. ക്വാളിറ്റിയുള്ള വില്ലോ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഇംഗ്ലീഷ് വില്ലോയാണ്. ഇത്തിരി ബഡ്ജറ്റ് 5000-ൻ്റെയാണ്. 7000, 9000, 10,000-ൻ്റെയൊക്കെ ബാറ്റ് ഉണ്ട്. ഏത് ബാറ്റ് നിങ്ങൾ വാങ്ങിയാലും ക്വാളിറ്റി ബേസ് നോക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളത് എത്ര നന്നായിട്ട് സീസൺ ചെയ്തെടുക്കുമോ ആ സീസൺ എടുക്കുന്നതിനനുസരിച്ചാണ് പവർ കൂടുന്നത്. പിന്നെ ഇത്തിരി ഹെവി ഹിറ്റേഴ്സൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം എന്നായിരിക്കും. ഇപ്പോഴത്തെ ബാറ്റൊക്കെ ഇവിടെ നിന്ന് പൊട്ടിപ്പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഹിറ്റിങ്ങിന് കൂടുതൽ സാധ്യത വരുന്ന ബാറ്റുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഭയങ്കരമാണ്. അതുകൊണ്ട് ഇവിടെയും ഒരു കെട്ടിട്ട് കൊടുത്താൽ നന്നായിരിക്കും. കെട്ടിട്ട് ഇഷ്ടംപോലെ ബാറ്റിരിപ്പുണ്ട്, ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്താൽ നന്നായിരിക്കും. കാരണം അപ്പോഴേക്കും ഇവിടെ നിന്ന് പൊട്ടാനുള്ള ചാൻസ് ഇത്തിരി കുറയും. ഹെവി ഹിറ്റിംഗ് ബാറ്റുകളിലൊക്കെ ഈ ഒരു വിഷയമുണ്ട്. ഹെവി ക്വാളിറ്റി ബാറ്റ് ഉണ്ട്, അതായത് ഒരു 10,000, 15,000, 20,000 ഒക്കെ. പക്ഷെ ആ ബാറ്റുകൾ പോലും ഇപ്പോൾ പൊട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ട് പൊട്ടുമെന്ന് ചോദിച്ചാൽ ഹെവി ഹിറ്റിങ്ങിന് സീസൺ ചെയ്ത് വരുന്ന ബാറ്റുകളാണ്. അതൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും നമ്മൾ റീഗ്രിപ്പ് ചെയ്തെടുത്താൽ പഴയ പവർ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാറ്റ് കൃത്യമായിട്ട് സീസൺ ചെയ്യുക. ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. നിങ്ങൾ നന്നായിട്ട് സീസൺ ചെയ്യുക. സീസൺ ചെയ്ത് ഇതിന് ഉരുട്ടി കൃത്യമായിട്ട് കപ്പാസിറ്റി കൊണ്ടുവന്നിട്ട് 2 സൈഡും കെട്ട് കൊടുക്കുക. 2 സൈഡ് കെട്ട് കൊടുത്തിട്ട് അതിൽ ഗം അടിക്കുക. ഇത് വുഡിന്റെ ഗം അടിച്ച് താഴെ ഇത് ചെയ്ത് കൊടുക്കുക. വുഡിന്റെ ഗം അടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കയറി നന്നായിട്ടൊന്ന് ടൈറ്റ് ആവും. നല്ല രീതിയിൽ ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും. ലോങ് ലാസ്റ്റ് ചെയ്യുകയും പവറും കൂടും. ഇത് ബാറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ. മുൻപുള്ള ബാറ്റുകളൊന്നും വളരെ വേഗത്തിൽ പൊട്ടൂല, കാരണം അത് സ്ട്രൈക്ക് ഓറിയന്റഡ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഹിറ്റ് ഓറിയന്റഡ് ബാറ്റാണ്. അതായത് വേഗത്തിൽ മാക്സിമം ബോൾ പുറത്തോട്ട് അയക്കലാണ് ഇപ്പോഴുള്ള കളിയുടെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് BDM ബാറ്റാണ്. എൻ്റെ ഒരു 5 BDM ബാറ്റുണ്ട്, 20 വർഷമായതുവരെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ബാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി തന്നെ വേണമെന്നില്ല, അല്ലാത്ത സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് ഓഡിയൻസ് എടുത്തിട്ട്. പക്ഷെ ഏത് ബാറ്റ് എടുത്താലും നന്നായിട്ട് സീസൺ ചെയ്യണം. കൂടിയ ബാറ്റുകളൊക്കെ സീസൺ ചെയ്താണ് വരണം, അത് വേറെ കാര്യം. അത് അത്രയും ബഡ്ജറ്റൊക്കെ ഉള്ളവർക്ക് ഓക്കെയാണ്. നിങ്ങൾ നന്നായിട്ട് സീസൺ ചെയ്ത് എത്ര കൂടിയ ബാറ്റായാലും അത്യാവശ്യം താഴെ ഒരു കെട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും.
അതപ്പോൾ ഇവിടെ നിന്ന് പൊട്ടാനുള്ള സാധ്യത കുറയും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ ഈ വളരെ ക്വാളിറ്റിയുള്ള ബോളല്ല ഇപ്പോൾ ഇട്ട് കളിക്കുന്നത്. വളരെ ക്വാളിറ്റിയുള്ള ബോളൊക്കെ 1000, 1500, 4000, 3000 അങ്ങനെയൊന്നും ഇപ്പോൾ ഉള്ള മാച്ചുകൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരു 300, 500, 700, 800 വരെയുള്ള ബോളാണ് കളിക്കുന്നത്. ആ ബോളിന്റെ ഒരു ക്വാളിറ്റി, ഹിറ്റിംഗ് മെന്റാലിറ്റി ഉള്ള ഹിറ്റിംഗ് ലെവൽ കൂടിയ ബാറ്റ് ആകുമ്പോഴത്തേക്കും എത്ര കൂടിയ ബാറ്റായാലും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പെൺകുട്ടിയുടെ ബാറ്റ് പൊട്ടിപ്പോയിട്ട് ആ കുട്ടി വളരെ ഫീൽ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടു. ഇതിപ്പോൾ ഒരു സ്ഥിരം അതൊരു വീഡിയോ എടുത്തിട്ടത് കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ ഇതെല്ലാ ടൂർണമെന്റുകളിലും ഇപ്പോൾ ശരാശരി 2 ബാറ്റ് പൊട്ടുന്നുണ്ട്. എത്ര കൂടിയ ബാറ്റായാലും പൊട്ടുന്നുണ്ട്. അപ്പം പൊട്ടാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിച്ച് ഒരു 5-6 ദിവസം എടുക്കും സീസൺ ചെയ്തെടുക്കാൻ. ഒരു ഒറ്റ ദിവസം കൊണ്ടൊന്നും സീസൺ ചെയ്യാൻ പറ്റില്ല. കുറേശ്ശെ ചെയ്ത് നിങ്ങൾ ഇത്തിരി ടൈം എടുത്ത് സ്ലോയിൽ ചെയ്ത് സീസൺ ചെയ്യണം. എന്നിട്ട് സീസൺ ചെയ്യുമ്പോഴും വലിച്ചടിക്കരുത്. ഒരു കുറേശ്ശെ അടിച്ചടിച്ച് വേണം നിങ്ങൾ അതിനെ പെർഫെക്റ്റ് ആക്കി. ഒരേ സൈഡിൽ അടിക്കരുത്, ബാറ്റ് പൊട്ടിപ്പോകും. ഒരേ സൈഡിൽ നിന്ന് കുറേശ്ശെ ചെയ്ത് ഒരു 8, 10, 12, 15 ദിവസം കൊണ്ട് സീസൺ ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കുക. അങ്ങനെ എടുത്ത് കെട്ടിട്ട് അത്യാവശ്യം ലൈറ്റ് ഗം കൊടുത്താൽ മതി. കൊടുത്തിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ കളിക്കാൻ ഹെവി ഹിറ്റേഴ്സ്, പ്രത്യേകിച്ച് ഹെവി ഹിറ്റേഴ്സ് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവായിരിക്കും വീട്ടിലൊക്കെ. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാരെ, വലിയ കളിക്കാരെ കാണണ്ട. അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ സ്പോൺസർഷിപ്പും ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ട്. അവർക്ക് 50,000-ന്റെ 1,00,000-ന്റെ ബാറ്റ് മാറ്റാം. ഇപ്പോൾ ഇതൊരു സ്റ്റുഡന്റിന് വേണ്ടി വാങ്ങിയതാണ്. അവർക്ക് ഇപ്പം നമ്മൾ ഒരു 10,000, 20,000 രൂപ ബാറ്റ് ഡെയിലി മാറ്റാൻ പറ്റും. 5,000 രൂപ ബാറ്റ് പൊട്ടിയ ഉടനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് സൂക്ഷിക്കണം. ഒരുപാട് ഞാൻ പോകുന്ന ഗ്രൗണ്ടുകളിലെല്ലാം തന്നെ, ഞാൻ അമ്പയറിങ്ങിനൊക്കെ വേണ്ടി പോകുന്ന ഗ്രൗണ്ടുകളിലെല്ലാം തന്നെ 100 കുട്ടികൾ വരുമ്പോൾ അതിലൊരു 30 കുട്ടികളിൽ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ട്, സാധാ കുട്ടികൾ. ഒരു 20 കുട്ടികൾ കോടീശ്വരന്മാരെ മക്കൾ തന്നെയാണ്, വലിയ ലക്ഷറി. ബാക്കി ഒരു 50 കുട്ടികൾ മിഡിൽ ക്ലാസ്സുകാരാണ്. മിഡിൽ ക്ലാസ്സുകാർക്ക്, സാധാരണക്കാർക്കും ബാറ്റ് ചേഞ്ച് ചെയ്യുക വലിയ കഷ്ടമാണ്. അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല, അവർക്ക് അതിനുള്ള ഒരു ജീവിതത്തിലുള്ള വരുമാനം ഉണ്ടാവില്ല. പാരൻസൊക്കെ തന്നെ പല ജോലിക്ക് പലയിടത്തായിട്ട് പോയി ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഈ പഠിക്കാനുള്ള ചിലവും മറ്റെല്ലാം ഒഴിച്ചിട്ട് ക്രിക്കറ്റ് പാഷനായിട്ട് ഒരു ബാറ്റോ ഒരു കിറ്റൊക്കെ വാങ്ങി കൊടുക്കണം. ഒരു 30,000-40,000 രൂപ ബേസിക്കാവും ഒരു കിറ്റ് വാങ്ങുക. ഏറ്റവും കുറഞ്ഞ കിറ്റ് വാങ്ങാനാവും. ക്വാളിറ്റിയുള്ള നമുക്ക് അപകടം ഉണ്ടാകാത്ത കിറ്റ്, ബോൾ കൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാൻ പാടുന്നുണ്ട്. അപ്പം ഇത്തരം കിറ്റുകൾ വാങ്ങുന്നത്. അപ്പം ഇത്തരം കിറ്റുകൾ വാങ്ങുന്ന പാരൻസിന് വീണ്ടും ഒരു 6 മാസം ഒരിക്കൽ ഒരു 5,000-7,000 ഒരു ബാറ്റൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം അവരെവിടെ നിന്നെങ്കിലും വട്ടിക്കെടുത്തൊക്കെ ആയിരിക്കും വാങ്ങി കൊടുക്കുന്നത്, അതായത് പലിശക്കെടുത്തൊക്കെ ആയിരിക്കും വാങ്ങി കൊടുക്കുന്നത്. ആ സമയത്തായിരിക്കും ഒരു ബാറ്റ് പൊട്ടുന്നത്. അപ്പോഴേക്കും അവർ തിരിച്ച് ആ പൈസ റിവേഴ്സ് ചെയ്ത് ആ വട്ടിക്കാരൻ അടച്ച് തീർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കും പിന്നീട് ആ കുട്ടിക്ക് ഒരു 5,000 രൂപ 6,000 രൂപ ഒരു ബാറ്റ് വാങ്ങി കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഫീൽ ഉണ്ടാവുന്നത്. കാരണം കുട്ടികൾക്ക് പിന്നെ ഒരു ബാറ്റ് ചേഞ്ച് ചെയ്യാൻ വീട്ടിൽ ചോദിക്കാനും പറ്റില്ല, മറ്റൊരു വഴിയും നിവർത്തിയില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു കഷ്ടമായിട്ട് വരും. അത് ഒഴിവാക്കാനാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചുപയോഗിച്ചാൽ ഒരു പരിധിവരെ, ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ അത് ലോങ് പീരീഡ് ബാറ്റ് നിൽക്കും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നത്, കാരണം ഹിറ്റിംഗ് ലെവൽ കൂടുതലുള്ളത് കൊണ്ടും ബോളുകൾക്ക് ഇപ്പോൾ ഒരുപാട് കൂടിയ ബോളൊന്നും ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആവറേജ് മീഡിയം ക്വാളിറ്റി ഹിറ്റിംഗ് ലെവലും കൂടുമ്പോൾ ബാറ്റ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ശരാശരി ഒരു 25 കളിക്ക് അമ്പയർ നിൽക്കുമ്പോൾ ഒരു 5-6 കുട്ടികളുടെ ബാറ്റെങ്കിലും പൊട്ടണമുണ്ട്. അത് സാധാരണക്കാരനും താഴേക്കുള്ളവരെ കൊണ്ട് സ്ഥിരം മാറ്റാവുന്നത് ഒരു പ്രാക്ടിക്കൽ കാര്യമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും ശ്രദ്ധിക്കുക. അതിനുവേണ്ടിയുള്ള വീഡിയോ ആണ് ഇത്. കണ്ടോ, കാരണം BDM പോലുള്ള കമ്പനികൾ വിലയെ കുറവുമാണ്, എന്ന ക്വാളിറ്റിയുള്ള സാധനം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. കാരണം ഞാനാണ് പറഞ്ഞത് 18-20 വർഷമായ ബാറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. BDMന്റെ പൊട്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ കാണിച്ചു തരും ഒരു വീഡിയോയിൽ. കാരണം അതാണ് BDMന്റെ ഒരു പ്രത്യേകത. മറ്റ് കമ്പനികൾക്ക് അതേ ക്വാളിറ്റി ഉള്ള ഒരു ബാറ്റ് വാങ്ങണമെങ്കിൽ 15,000 രൂപയെങ്കിലും നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഇങ്ങനെ വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഓരോരുത്തർക്ക് ഫേവറേറ്റ് ബാറ്റുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ നന്നായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങളത് സീസൺ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ ചെറിയ ഒരു കുറച്ച് പൊടിക്കൈകളുണ്ട്. ആ പൊടിക്കൈകൾ നിങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൈനിങ് ഓഫ്, നബക്സോളം.